ഹലോ ഹായ് എല്ലാവർക്കും ദിയാസ് വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വല്ലാർപാടം പള്ളിയിലേക്ക് പോണതാണ്. അപ്പം നമ്മൾ പോകുന്നത് ജോഷ്യങ്ങളുടെയും സീനാൻഡ്രയും കൂടെയാണ് പോകുന്നത്. അപ്പം എൻ്റെ രണ്ട് അനിയന്മാരും ഉണ്ട് കേട്ടോ, ധ്യാനും ഡിവുവും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. എനിക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ അവിടെ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് തോരണമൊക്കെ ഇട്ട സ്ഥലമാണ്. അപ്പോൾ എൻ്റെ അനിയന്മാരൊക്കെ ഇത് കണ്ടിട്ട് നിൽക്കാൻ പറ്റില്ല, ഒരുപാട് കടകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷം നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാറിനാണ് പോയത്, ജോഷ്യങ്ങളുടെ കാറിനാണ് പോയത്. അപ്പം ഞങ്ങൾ എല്ലാവരും അവിടെ എത്തി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പെരുന്നാളൊക്കെ കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ ഈ ലൈറ്റൊക്കെ ഒന്നും മാറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പയ്യെ നടപ്പായി. ഇത്തിരി ദൂരമുണ്ട്. ഇതാണ് സീനാൻഡ്ര അമ്മ കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എനിക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞങ്ങളത് കഴിഞ്ഞിട്ട് അവിടെ അടിക്കണ മറ്റേ നേർച്ചയുണ്ടല്ലോ, അങ്ങനെ അടിക്കണതായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ അടിക്കണമെന്നൊക്കെ വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലൈറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല രസമുള്ള ലൈറ്റാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. അവിടെ ഒരു ട്രീയിലൊക്കെ കുറേ ലൈറ്റൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. എൻ്റെ പപ്പയും ജോഷ്യങ്ങളുമാണ് കേട്ടോ ഇത്. അടുത്തത് ഞാൻ പള്ളിയിലെ ലൈറ്റുകളുടെ പ്രത്യേകത പറഞ്ഞുതരാം. നല്ല രസമുള്ള ലൈറ്റാണ്. ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ അടുത്ത് റെഡ് ആവും, ഫ്ലവേഴ്സ് അങ്ങനെ. ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിരുന്നു. നല്ല രസം, കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ശേഷം അടിക്കാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ നേർച്ചയുണ്ടല്ലോ, അങ്ങനെ അടിക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം സ്റ്റെക്കായിട്ടായിരുന്നു. ഒടുക്കത്തെ ആളായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ കുറേ നേരം നിന്നതിന് ശേഷം അവിടെ അടിച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടിച്ചിടാനായിട്ട് പോണേ. ഞങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു കേട്ടോ. എൻ്റെ അമ്മയും പപ്പയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടിക്കാനായിട്ട്. അപ്പോൾ അമ്മയും പപ്പയും. അപ്പോൾ ലാസ്റ്റ് വന്നത് ആദിച്ചേട്ടയാണ് അടിച്ചുകൊണ്ടിരിക്കണത്. എനിക്ക് വീഡിയോയിൽ തന്നെ കാണാം. അടിക്കാനായിട്ട് ഇത്തിരി നാണമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും അടിച്ചിട്ടൊന്നുമില്ല ആദിച്ചേട്ട. അപ്പം ഇങ്ങനെയൊക്കെ അടിക്കണേന്. അതിനുശേഷം ഞങ്ങൾ ഒന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ, വിശന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞ് പപ്പനോട്. അപ്പോൾ പപ്പയും ജോഷ്യൻ്റെയും കൂടി ഈ ഒരു സാധനം വാങ്ങിച്ചതെന്ന്, എനിക്ക് പേരറിഞ്ഞൂടെ ഇതിൻ്റെ. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരമുണ്ട് കേട്ടോ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകാനായിട്ട്. എറണാകുളം വഴി ചുറ്റി വന്നതുകൊണ്ട് ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഥയും പറഞ്ഞിട്ടൊക്കെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ അവസാനം കുറേ ദൂരമൊക്കെ ശേഷം പോയപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചായിരുന്നു. ഇപ്പോൾ വണ്ടി ഓടിക്കണത് ജോഷ്യങ്കിയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആദിച്ചേട്ടനായിരുന്നു കേട്ടോ വണ്ടി ഓടിച്ചത്. എനിക്കറിയാൻ പാടില്ലായിരുന്നു ആദിച്ചേട്ടൻ വണ്ടി ഓടിക്കുമെന്ന്. അപ്പോൾ ആദിച്ചേട്ടൻ അടിപൊളിയായിട്ട് ഓടിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ ജോഷ്യങ്കിയാണ് ഓടിക്കണത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ആദിച്ചേട്ടൻ. എൻ്റെ പപ്പ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, ഞങ്ങൾ ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കൂടി ഇത്രയുള്ളൂ. ചാച്ച ബൈ ബൈ, സീ യു.